ബോബി ചെമ്മണ്ണൂരിനെ ജയിലിൽ പുതപ്പ് പോലും കിട്ടിയില്ല. ഹണി റോസ് അതീവ ബുദ്ധിമതി. കാരണം ഇതെന്ന് ആലപ്പി അഷ്റഫ്. വേട്ടക്കാരനോടൊപ്പം തന്നെ ഇരയെയും കുറ്റക്കാരിയായി കാണണമെന്ന നിർദ്ദേശമാണ് ചിലർ മുന്നോട്ട് വെക്കുന്നതെന്ന് സംവിധായകൻ ആലപ്പി അഷ്റഫ്. ബോബി ചെമ്മണ്ണൂർ ഹണി റോസ് വിഷയത്തിലായിരുന്നു സംവിധായകന്റെ പ്രതികരണം. അപമാനവും അധിക്ഷേപവും അതിര് കടന്നപ്പോൾ പലതവണ മുന്നറിയിപ്പ് നൽകിയതാണ്. എന്നാൽ പണത്തിന്റെ ഹുങ്കിൽ വെല്ലുവിളിയോടെ അയാൾ അത് തള്ളിക്കളയുകയാണ് ഉണ്ടായതെന്നും ആലപ്പി അഷ്റഫ് തന്റെ യൂട്യൂബ് ചാനലിനോട് പറയുന്നു. സങ്കടകരമായ ഹണി റോസിന്റെ പോസ്റ്റ് കണ്ടപ്പോഴെങ്കിലും അവളെ വിളിച്ച് ഒരു സോറി പറഞ്ഞിരുന്നെങ്കിൽ ഇന്ന് കാക്കനാട് ജയിലിൽ പോയി കിടക്കേണ്ട അവസ്ഥ ഉണ്ടാകുമായിരുന്നില്ല. തന്റെ കയ്യിലുള്ള കോടികളുടെ സ്വാധീനവും തന്റെ അഹങ്കാരവും അകമ്പടികളും ഓർത്തപ്പോൾ ബോച്ചയുടെ മനസ്സ് അതിനെ അനുവദിച്ചില്ലെന്നാണ് സത്യം. ബോച്ചയുടെ ജാമ്യം നിഷേധിച്ച് ജയിലിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുമ്പോൾ ആ വാഹനം തടഞ്ഞ വെട്ടുകിളിക്കൂട്ടം പറയുകയുണ്ടായി, ഏത് പോലീസ് ആയാലും കോടതിയായാലും ഒരു കാര്യം മനസ്സിലാക്കണം, അയാൾ ഒരു സാധാരണക്കാരനല്ല. അയാൾ ഒരുപാട് പേർക്ക് ശമ്പളം കൊടുക്കുന്ന വ്യക്തിയാണ്. അയാൾ ഒരുപാട് ചാരിറ്റി ചെയ്യുന്നു. ഇതൊന്നും അംഗീകരിക്കാനാവില്ല. ഇതിനെതിരെ പ്രതിഷേധിക്കും, പ്രതിരോധിക്കും എന്നൊക്കെയാണ് അവർ പറഞ്ഞത്. ഈ പ്രതിഷേധം ചാനലിലൂടെ എല്ലാവരും കണ്ടു. സ്വാഭാവികമായും കോടതിയും പോലീസും നിരീക്ഷിച്ചു കാണുമെന്നും ആലപ്പി അഷ്റഫ് പറയുന്നു. പ്രതിഷേധക്കാർക്കുള്ള കൃത്യമായ മറുപടി ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ നിന്നും കൃത്യമായി ലഭിച്ചു. സാധാരണക്കാരനില്ലാത്ത ഒരു പരിഗണനയും ഈ കേസിനുമില്ല, അയാൾക്കുമില്ല എന്നാണ് ഹൈക്കോടതി ഓർമ്മപ്പെടുത്തിയത്. നിങ്ങൾ പണത്തിന്റെ ഹുങ്കിൽ വിശ്വസിക്കുന്നു, ഞാൻ ഇവിടുത്തെ നിയമത്തിൽ നിയമവ്യവസ്ഥയിൽ വിശ്വസിക്കുന്നു എന്ന് ഹണി റോസ് അന്ന് പറഞ്ഞതിന്റെ അർത്ഥം നിങ്ങൾക്ക് ഇപ്പോഴെങ്കിലും മനസ്സിലായി കാണുമല്ലോ. ഉദ്ഘാടനവും അഭിനയവും കൊണ്ട് മാത്രം മുന്നോട്ടു പോകുന്ന വെറും ഒരു നടി മാത്രമല്ല ഹണി റോസ്. അതിബുദ്ധിമതിയായ ഒരു പെണ്ണാണ് അവൾ എന്ന് ഈ കേസിന്റെ നാൾ വഴികളിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. സാധാരണക്കാരൻ കൊടുക്കുന്നത് പോലെ സ്റ്റേഷനിൽ പോയി ഒരു പരാതി കൊടുത്താൽ വാദി പ്രതിയായെന്ന് വരും. ഹണി റോസിന്റെ ഓരോ നീക്കങ്ങളും ബിസിനസ്സുകാരനായ ബോച്ചയുടെ ബുദ്ധിയേക്കാൾ മികച്ചതായിരുന്നുവെന്നും ആലപ്പി അഷ്റഫ് അഭിപ്രായപ്പെടുന്നു. ഹണി റോസിന്റെ ആദ്യ പോസ്റ്റ് കണ്ടപ്പോൾ ബോച്ചെ ഒരു പക്ഷേ കരുതി കാണും ഇവൾ ഇത്രയൊക്കെ ഉള്ളുവെന്ന്. ബുദ്ധിയും കരുത്തുമുള്ള സ്ത്രീകൾ ഒരുമ്പിട്ടിറങ്ങിയാൽ പിന്നെ ബ്രഹ്മനം തൊടിക്കാനാവില്ലെന്ന ഒരു ചൊല്ലുണ്ട്. അതിന് ഉദാഹരണമാണ് കാക്കനാട് ജയിലിലെ 1-ാം നമ്പർ സെല്ലിൽ കിടക്കുന്ന സാധാരണക്കാരനല്ലാത്ത ഒരുപാട് പേർക്ക് ശമ്പളം കൊടുക്കുന്ന മനുഷ്യൻ. ഒറ്റയ്ക്ക് നടക്കുന്നതിനേക്കാളും കിടക്കുന്നതിനേക്കാളും ഇഷ്ടം ആൾക്കൂട്ടത്തിനോടൊപ്പം നടക്കുന്നതിനും കിടക്കുന്നതിനും ഇരിക്കുന്നതിനുമാണെന്ന് ബോച്ചെ ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട്. ഇവിടെയും ബോച്ചെ ഒറ്റപ്പെട്ടില്ല. 5 റിമാൻഡ് പ്രതികൾ കൂട്ടിനുണ്ട്. അവരിൽ ഒരാൾ മാത്രമാണ് ജയിൽ യൂണിഫോം അണിഞ്ഞിട്ടുള്ളത്. അത് ബോച്ചയാണ്. ഒരു പക്ഷേ ബോച്ചയുടെ ദീർഘവീക്ഷണം കാരണമായിരിക്കാം ഈ വസ്ത്രം നേരത്തെ ധരിക്കാൻ തുടങ്ങിയതെന്നും സംവിധായകൻ പരിഹസിക്കുന്നു. രാത്രി പുതയ്ക്കാനായി ഒരു പുതപ്പ് ചോദിച്ചപ്പോൾ ബോച്ചയ്ക്ക് കിട്ടിയില്ലെന്ന വാർത്തയും ഞാൻ കണ്ടു. താങ്കൾ ഒരു സെലിബ്രിറ്റി ആയതുകൊണ്ട് ചിലപ്പോൾ ഒരു ടെയിൽ DGP വന്ന് കിടക്കാൻ ഒരു ചൗക്കാളവും പുതയ്ക്കാൻ പുതപ്പും കുടിക്കാൻ കരിക്കിൻ വെള്ളവും ഇനി ജയിൽ ഭക്ഷണം പിടിക്കുന്നില്ലെങ്കിൽ വീട്ടിൽ നിന്നും ഏർപ്പാട് ചെയ്യാനുള്ള സാധ്യതയുമുണ്ട്. പക്ഷെ ഒരു കാര്യം, ഡെയിൽ DGP വരുമ്പോൾ ഒന്ന് എഴുന്നേറ്റ് നിന്ന് വിറച്ചു കാണിച്ചേക്കണം. ഈ ബുദ്ധിയൊക്കെ മറ്റുള്ളവർ പറയാതെ തന്നെ ബോച്ചയ്ക്ക് അറിയാവുന്നതല്ലേ. കോടതിയിൽ ഒന്ന് പായറ്റി നോക്കിയതാണ്. ഇനി ബോച്ചെ ജയിലിൽ നിന്നും പുറത്തു വരുമ്പോൾ വലിയ സ്വീകരണം ഉണ്ടാകാനും സാധ്യതയുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു.